നമ്മൾ ഇന്നൊരു ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ചക്ക കിട്ടി, അപ്പോൾ ചക്കക്കുരുവായി. ഇങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരുവിധ ദൂഷ്യഫലങ്ങളും ഉണ്ടാവില്ല. നമ്മളുടെ കയ്യിലുള്ള പച്ചക്കറികളാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് വിഷമടിച്ചതും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളുടെ പറമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ചെടിച്ചട്ടിയിൽ വളർത്താം. അപ്പോൾ ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് വരെ ഇത് ചെയ്യാം. ഇപ്പോൾ ഒരു സാമ്പാർ ഈര കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓരോന്നും പച്ചമുളക് കിട്ടും. ഒരു 4 വെണ്ട ഒഴിച്ചിട്ട് അതുമേന്ന് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് കറി വയ്ക്കാം. തക്കാളി നടാം, പച്ചമുളക് നടാം. ഇങ്ങനെ ഓരോ സാധനങ്ങൾ, വഴുതന, ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ വലിയ പന്തലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാത്ത പച്ചക്കറിയൊക്കെ ചെയ്താൽ നമുക്ക് നമ്മളുടെ വീട്ടിൽ അത്യാവശ്യ പച്ചക്കറികളും സാധനങ്ങളും കിട്ടും. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം യാതൊരുവിധ കുഴപ്പങ്ങളും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശീലിക്കുക. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ചക്ക കിട്ടി, ചക്കക്കുരു കിട്ടി, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗപ്രദമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോന്നും ചെയ്യാൻ ശീലിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് നന്നാക്കി എടുത്ത് കറിയാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമുക്കിത് ശരിയാക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കുരു ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് 4ആക്കി പൊളിച്ച് തൊലിയൊക്കെ കളഞ്ഞ് 4ആക്കി പൊളിച്ച് വെച്ചേക്കാണ്. കഴുകി വെള്ളത്തിലിട്ടേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള തൊലി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് ചവറെന്ന് പറയുന്ന സാധനം ഇത് കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഇത് നിൽപ്പുണ്ട്. അതിനാണ് കൂടുതൽ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയണത്. അപ്പോൾ നമുക്കിനി ഇത് കുക്കറിലേക്ക് ഇട്ട് അടപ്പത്ത് വയ്ക്കാം. ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, ഒരു 6 കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് മഞ്ഞൾ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കഴിഞ്ഞ് നമ്മളിത് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുക്കറായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി കുക്കർ അടച്ചടപ്പത്ത് വയ്ക്കാം. 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. കൂടുതൽ വെന്തുടഞ്ഞു പോരുന്നില്ല. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു വെന്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് വലത്താനുള്ള ഉള്ളിയും വെള്ളുള്ളിയും ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ അരിഞ്ഞല്ല ഇടാണ്, ചതച്ചെടുക്കാനാണ്. പണ്ടൊക്കെ അമ്മി ഉണ്ട്, അമ്മിക്കല്ലുണ്ട്, അമ്മിക്കല്ലിട്ട് ചതയ്ക്കും. ഇപ്പോൾ അമ്മിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ അമ്മിക്ക് പകരം ഇങ്ങനത്തെ സാധനം മേടിച്ചേക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഒരുപാട് ചതയ്ക്കണ്ട, ഒന്ന് മെല്ലെ പൊട്ടിച്ച് ഒരു ചെറിയ ഇതിൽ ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും. ഇപ്പോൾ ഉണക്കമുളക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തിട്ട് ചതച്ചാൽ ചതയില്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചതച്ച മുളകാണ് ശരിക്കും ഇതിനകത്ത് ചേർക്കാൻ നല്ലത്. ഇപ്പോൾ ഞങ്ങളിവിടെ ചതച്ച മുളക് ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ മുളക് പൊടി ഇടാൻ പോകും. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കുക. ഒത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ കൂടാം. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ആവശ്യത്തിന്, എന്നാൽ ആവശ്യത്തിന് ചേർത്തില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ചക്ക ശരിക്കും സീസൺ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ എല്ലാ സമയത്തും ചക്ക ഉണ്ടാവുന്ന ചെറിയ കുള്ളംപ്ലാവുകൾ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് ലേശം വേപ്പില ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമുക്കിപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് മുളക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ കൂടുതൽ എരിവ് വേണമെന്നുള്ളൊരു കൂടുതൽ ചേർത്തോ. നമ്മളിപ്പോൾ ഇതിനകത്ത് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലിട്ടാൽ നമുക്ക് ഭയങ്കര എരിവ് വരും. ഈ സമയത്ത് നമ്മൾ ചതച്ച മുളക് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ചക്കയുടെ സീസൺ അല്ല ശരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഇതുപോലെ ചക്കക്കുരു ചക്കയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാ സീസണിലും ചക്ക ഉണ്ടാവുന്ന ചെറിയ കുള്ളംപ്ലാവുകളുണ്ട്. അത് നമ്മൾ പറഞ്ഞ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സീസണിലും ഒരു 2 മാസമൊക്കെ ചക്ക ഇല്ലാതെ ഇരിക്കുള്ളൂ. ഒരു പ്രാവശ്യം ഉണ്ടായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഒരു ചെറിയൊരു ഇത് കഴിഞ്ഞ് ഇടവേള കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ചക്കയാവും. അപ്പം അങ്ങനെയുള്ള പ്ലാവിൽ നിന്നാണ് നമ്മൾ ഈ ചക്ക പോയി ഇട്ടുകൊണ്ടുപോകുന്നത്. ആരോഗ്യത്തിനും എല്ലാത്തിനും വളരെ നല്ലൊരു സംഭവമാണ് ചക്കക്കുരു. പണ്ടൊക്കെ ഇത് വെറുതെ കളഞ്ഞിരുന്ന സാധനമാണ്. ഇപ്പോൾ ഇതിന് വൻ ഡിമാൻഡാണ്. എറണാകുളം മാർക്കറ്റിലൊക്കെ ഈ സാധനം വേണ്ടത് കിട്ടും. പച്ചക്കറി കടകളിൽ അത് 100 രൂപ 150 രൂപയൊക്കെ ഇപ്പോഴൊക്കെ കിട്ടാൻ പാടാണ്. ഇപ്പോഴുണ്ടെങ്കിൽ ഭയങ്കര വിലയായിരിക്കും. ആൾക്കാർ 250 ഗ്രാമൊക്കെ മേടിച്ചു കൊണ്ടുപോയി കറി വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇതൊക്കെ ഇവിടെ പണ്ടൊക്കെ ചക്ക എന്ന് പറഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ചക്കക്കുരു കളയുന്ന സാധനം. പണ്ട് ഇതുപോലെ തന്നെയല്ലേ ചാളയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് ചാള കിട്ടും. ആർക്കും വേണ്ട. ഇന്ന് ചാളയ്ക്ക് 180-200 രൂപ വില. ഭയങ്കര ഡിമാൻഡാണ്. ചാള കിട്ടാനില്ല. ചാള വരുമ്പോഴേക്കും എല്ലാവർക്കും ചാള മതി. അത് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ആൾക്കാർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അങ്ങനെ. അതുപോലെയാണ് ഇപ്പോൾ ഈ ചക്കക്കുരുവും കാര്യങ്ങളും എല്ലാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം കൂടി മികച്ചതായിരിക്കുന്നത് നല്ലതല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്ന് ഞാൻ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.